ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ വണ്ടർ വാസു കൊണ്ട് വാസു വ്ളോഗ്സ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് അല്ലേ കാണുന്നത്. വീഡിയോ ഇടാൻ മറന്നതോ അതിലും മടുപ്പ് പിടിച്ചതൊന്നുമല്ല. ബേസിക്കലി സെമസ്റ്റർ എക്സാം ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ലോങ് ബ്രേക്ക് എടുത്തു. പഠിക്കണ്ടേ, പിന്നെ എന്താ പറയുക, അന്നേരം വീഡിയോ എടുത്ത് പിന്നെ വീട്ടുകാരെ എന്തൊക്കെ കണ്ടിട്ട് പിന്നെ വെറുതെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വിടും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതൊരു ചെറിയൊരു ഫൺ ഫാക്റ്റ് വീഡിയോ ആയിരിക്കും. ഞാൻ മറ്റേ ഫൺ ഫാക്റ്റ് ഷോർട്സിൽ ഇടുന്നുണ്ട്. അതല്ല, ഇത് നിങ്ങൾക്ക് അധികാരം അറിയാത്തൊരു കാര്യം, അതാണ് ഞാനിപ്പോഴും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മീ വണ്ടർ വാസു, വെൽക്കം ടു വണ്ടർ വാസു വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയുടെ തമ്മിൽ കണ്ട പോലെ തന്നെ 2024 ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ വന്നത്. ഓക്കെ, ആയല്ലോ, നമുക്കിനിപ്പോൾ 6 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ 2024 കഴിഞ്ഞല്ലേ. എത്ര പെട്ടെന്ന് വർഷം പോകുന്നത്. ഇങ്ങനെ വിത്തിൻ സ്നാപ്പാണ് വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും പ്രായം കൂടി വരിക, എന്താ ചെയ്യുക. അപ്പോൾ അതിവിടെ ചെറിയ കോമഡി അടിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ജനുവരി മുതൽ ഈ പറഞ്ഞ ജൂൺ വരെ നമ്മളെ മലയാളം സിനിമയിൽ എത്രത്തോളം സിനിമാസ് പുറത്തിറങ്ങി, അതിലെത്ര എണ്ണം വിജയിച്ചു, സ്റ്റിൽ ഇതുവരെ എത്ര എണ്ണം വിജയിച്ചു, ഇനി ഏതൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമേൻ്റെ ഫുൾ അപ്ഡേറ്റ് കിട്ടിക്കില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഈ പറഞ്ഞ ജനുവരി മുതൽ ജൂൺ പകുതി വരെ എത്ര സിനിമ ഇറങ്ങിയിട്ടോ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റും? ഏകദേശം വെച്ചിട്ട് ഊഹിക്കാൻ പറ്റും എത്ര സിനിമ ഉണ്ടെന്ന്? ഓക്കെ, അറിയുന്നവർ കമൻറ്റ് ചെയ്യും താഴെ എത്ര സിനിമ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡാറ്റ പറഞ്ഞുതരാം. ജനുവരി മുതൽ ഈ പറഞ്ഞ ജൂൺ പകുതി വരെ 115 സിനിമാസ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 115 സിനിമാസ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ല. അതിനെല്ലാ റെക്കോർഡ്സും അതിൻ്റെ എന്ത് പ്രൂഫും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഓക്കെ, ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കാം. അത് ത്രൂ കയറാൻ പറ്റും. എന്താ പറയുക, റീസെൻ്റ്ലി റിലീസ്ഡ് മൂവീസ് എന്ന് പറഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി പാർട്ടായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാം എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 115 സിനിമാസ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. ഞെട്ടിയില്ല നമ്മളെല്ലാം? അതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ റെക്കോർഡ്സ് ഞാൻ ഈ ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വായിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജനുവരി മാസം വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ജനുവരിയിൽ 17 സിനിമാസാണ് മലയാളത്തിൽ ഇറങ്ങിയത്. 17 സിനിമാസ്. ഓക്കെ, ആ 17 സിനിമാസിൽ റെക്കഗ്നീഷൻ കിട്ടിയത്, അതായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയത് 2 പടം. ഒന്ന് മലൈക്കോട്ടെ വാലിബനും, ഒന്ന് അബ്രഹാം ഓസ്ലറും. ഈ 2 പടമാണ് ജനുവരിയിൽ എന്താ പറയണ്ടേ അത്യാവശ്യം റെക്കഗ്നീഷൻ കിട്ടിയതെന്ന് എൻ്റെ പെർസ്പെക്റ്റീവ്. കാരണം ഈ 2 പടം ഞാൻ കണ്ടതാണ്. അടുത്തത് ഫെബ്രുവരി മാസം. ഫെബ്രുവരിയിൽ 19 പടമാണ് റിലീസായത്. ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഏകദേശം എന്താ പറയണ്ടേ അറിയുന്ന പോലെ തന്നെ 4 പടം എന്താ പറയണ്ടേ റിലീസായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒന്ന് ബ്രഹ്മയുഗം, പിന്നെ തുണ്ട്, മഞ്ഞുമൽ ബോയ്സ്, അതിൻ്റെ പ്രേമലും. അപ്പോൾ ഈ 4 പടം തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതിൻ്റെ അകത്ത് തുണ്ടൊഴികെ ബാക്കി 3 പടവും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക സ്കോർ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് അത്യാവശ്യം ഒരുപാട് പൈസ ആക്കിയിട്ടുണ്ട്. തുണ്ട് എന്താ പറയണ്ടേ. പിന്നെ അതിനിടക്ക് ടോവിനോനൊരു പടം കൂടി ഇറങ്ങിയിരുന്നു, ഏതാ ഇപ്പോൾ മറന്നു. അങ്ങനെ കുറച്ച് പടമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ പറയണ്ടേ വാഷ് ഔട്ട് ആയത്, അതായത് ക്ലാഷ് റിലീസിനെടുക്കുന്ന ഈ സിനിമകളൊക്കെ വാഷ് ഔട്ട് ആയത് അത് സംഭവിച്ചത്. അടുത്തത് മാർച്ചിൽ റിലീസായത് 24 പടം. ഈ ഇറങ്ങിയ ലിസ്റ്റിൽ ജനുവരി മുതൽ ജൂൺ വരെ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ മന്ത് എന്ന് പറയുന്നത് മാർച്ചാണ്. മാർച്ചിൽ ആകെ കൂടി 2 പടമാണ് റെക്കഗ്നൈസ്ഡ് ആയത്. അത് 5 കള്ളക്കോക്കാനും, അത് നമ്മുടെ ലുക്മാൻ ചമ്പൻ വിനോദൊക്കെ അഭിനയിച്ച സിനിമയും, പിന്നെ ഉള്ളത് ആടുജീവിതം, രാജുവേട്ടൻ്റെയും ബ്ലസ് ഡയറക്ടറിൻ്റെ സാറിൻ്റെയും എല്ലാം സിനിമ. അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ സിനിമയല്ല. ഈ 2 പടമാണ് ഈ പറഞ്ഞ മാർച്ചിൽ റിലീസായത്. ഏപ്രിലിൽ 12 സിനിമകളാണ് റിലീസായത്. അതിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ആവേശം, ജയ് ഗണേഷ്, വർഷങ്ങൾക്ക് ശേഷം, പിന്നെ പവി കെയർടേക്കർ. ഇതിൽ പവി കെയർടേക്കർ ഉൾപ്പെടുത്തേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊക്കെ നല്ല രീതിയിൽ ഓടി, ഫാമിലീസൊക്കെ പോയി കണ്ട പടമാണ്. ബാക്കി 3 പടം നമുക്ക് അറിയുന്ന പോലെ തന്നെ അതിനകത്ത് ആവേശം ഇപ്പം ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജയ് ഗണേഷ് ഓക്കെ, അത് എന്താ റിലീസായപ്പം തന്നെ അത്യാവശ്യം നല്ല ഫാമിലി റെസ്പോൺസ് കിട്ടി, അത് പോയി. വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം നല്ല പടമാണ്,
പക്ഷെ എന്താ അറിയില്ല, ഇപ്പം ട്രോൾ പേജസിലൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഊക്കി ഏറെടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ. ക്രിഞ്ച് ഉണ്ട് അതിൽ, അതെങ്ങനെയും ക്രിഞ്ച് ഉണ്ടാവും. ഇറങ്ങുന്ന പടത്തിന് ക്രിഞ്ചില്ലാതിരിക്കില്ലല്ലോ. പക്ഷെ എന്താ പറയുക, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ മെയ് മാസം ചിത്രങ്ങൾ ലിസ്റ്റ് നോക്കാം. മെയ് മാസം 23 പടങ്ങളാണ് റിലീസ് ആയത്. ഈ പറഞ്ഞ ലിസ്റ്റിൽ എന്താ പറയുക, സെക്കൻഡ് മോസ്റ്റ് മൂവീസ് റിലീസ്ഡ് ഇൻ ദ മന്ത്, ആ ടൈറ്റിൽ ഇംഗ്ലീഷ് കറക്റ്റ് ആയിക്കോട്ടോ. ആ അത്രയും സിനിമ റിലീസ് ചെയ്ത മാസം ഏതാണെന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനം കിട്ടുന്നത് ഈ പറഞ്ഞ മെയിൻ 23 പടമാണ് റിലീസ് ചെയ്തത്. അതിൽ 3 പടമാണ് റെക്കഗ്നൈസ്ഡ് ആയത്: തലവൻ, മന്ദാകിനി, ടർബോ. തലവൻ എന്താ പറയുക, അത്യാവശ്യം നല്ല പടം കേട്ടോ. അതിനോട് കണ്ട ആൾക്കാരൊക്കെ, ഞാൻ കണ്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ, പക്ഷെ കണ്ട ആൾക്കാരോട് പറഞ്ഞത് അത് നല്ലൊരു സിനിമയാണെന്നാണ്. ആൻഡ് അടുത്തത് ടർബോ ഇപ്പം സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ടർബോ. ഒരു ചെറിയ ആഡ് കൂടിയിട്ട്, ഈ പറഞ്ഞ മെയ് മന്തിൽ എന്താ പറയുക, ഈ സിനിമ ഇറങ്ങി ഗുരുവായൂർ അമ്പലനട എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അതിപ്പം സ്റ്റിൽ ഗ്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഇനി ജൂണിലേക്ക് പോകാം നമുക്ക്. ജൂണിൽ 20 സിനിമകളാണ് റിലീസായത്. അതിൽ 3 എന്ന് പറഞ്ഞാൽ ഗർ, പിന്നെ ഉള്ളൊഴുക്ക്, പിന്നെ ഗഗനചാരി. ഗഗനചാരി എന്ന് പറഞ്ഞാൽ പണ്ടേ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് ഒരു ഏലിയൻ സൈഫൈ മൂവിയാണ്. അത്യാവശ്യം നല്ല പടമാണെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. പിന്നെ ഗർ എന്താ പറയുക, ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെട്ട പടം, നമ്മളെ സിംഹത്തിനൊക്കെ വെച്ചിട്ടെടുത്തൊരു കോമഡി പടം. ഉള്ളൊഴുക്ക് നമ്മളെ ഉർവശി മാമിൻ്റെ എന്താ പറയുക അടിപൊളി പ്രകടനം കാണാൻ പറ്റുന്ന പറഞ്ഞ സിനിമയാണ്. ഈ ബേസിക്കലി ജൂൺ മാസത്തിൽ ഞാൻ സിനിമകൾ കണ്ടിട്ടില്ല, അതിന് കാണുന്നത്ര. ഇനിയും ജൂണിൽ എന്താ പറയുക, ഇനിയും ചാൻസ് ഉണ്ട് ഒരുപാട് സിനിമ ഇറങ്ങാൻ വേണ്ടി. അപ്പം ഇതാണ് ഈ പറഞ്ഞ ലിസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഗുരുവായൂർ അമ്പലനട ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഈ ലിസ്റ്റിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം ടോട്ടൽ 115 സിനിമാസാണ് ഇതുവരെ റിലീസായത്. ഇനി ഒരുപാട് സിനിമാസ് ഇറങ്ങാണ്ട്. പിന്നെ അടുത്തത് നമുക്കിനി ഏറെ പ്രതീക്ഷ കൊടുത്ത് ഇറങ്ങാൻ വെച്ചിരിക്കുന്ന 2 സിനിമകൾ എന്ന് പറയുന്നത് ബറോസും പിന്നെ അജയൻ്റെ 2ാം മോഷണം. ഈ 2 സിനിമകളാണ് ഇപ്പം ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇനി ഇറങ്ങാൻ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷ കൊടുത്ത് വെച്ചിരിക്കുന്ന 2 മൂവീസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഒരു ഫാക്റ്റ്, അതായത് 115 പടത്തിൽ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 10-20 പടം മാത്രമേ റെക്കഗ്നൈസ്ഡ് ആയിട്ട് അത്യാവശ്യം പൈസ ഗ്രോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. നിങ്ങളപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ ടോപ്പിക് കിട്ടിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഞാൻ എന്താണ് കണ്ണൂർ പോകുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പോസ്റ്റേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈവൻ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു പടത്തിന് പോസ്റ്റർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതിനൊക്കെ ഒരു അപ്ഡേറ്റോ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കിട്ടുന്നില്ല. സാധാരണ മാതൃഭൂമിൻ്റെ സപ്ലിമെൻ്ററി ഷീറ്റ് ഉണ്ട് ബാക്കിൽ. ആ ഷീറ്റിൻ്റെ ഏറ്റവും താഴത്തെ കള്ളിയിൽ നമുക്ക് ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ പോലും കാണാത്ത പടങ്ങളാണ് റിലീസാകുന്നത്. ഇപ്പം വലിയ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പം നമ്മുടെ കണ്ണൂർക്കാർ പറയുമ്പോഴത്തേക്ക് ശ്രീ മുത്തപ്പനാണല്ലോ. മുത്തപ്പനെ ബേസ് ചെയ്തൊരു സിനിമ ഇറങ്ങിയിട്ട് നമ്മുടെ മണികണ്ഠൻ നായകനായിട്ടുള്ളത്. അത് ആർക്കും അറിയില്ല. അത് എന്താ പറയുക, അത് സിനിമ എങ്ങനെയാണെന്നോ എന്താ അതിൽ ഒന്നും അറിയില്ല. നമുക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല. യൂട്യൂബിലൊക്കെ ട്രെയിലർ കാണുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല. അത് മുത്തപ്പൻ്റെ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റെക്കഗ്നേഷൻ കിട്ടേണ്ട സ്റ്റോറിയാണ് ബേസിക്കലി. അത്രയും ഗംഭീരമായിട്ട് എടുക്കേണ്ട പടമാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇതാ പറഞ്ഞത്, ഈ ലിസ്റ്റിൽ ബോക്സ് ഓഫീസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 10 പടം മാത്രമേ എന്താ പറയുക ഈ വർഷം, ഈ ഒരു പകുതി വർഷത്തിൽ എന്താ പറയുക ബോക്സ് ഓഫീസിൽ കയറിയിട്ടില്ല. അതിൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പം ടോപ്പ് ഗ്രോസിൽ നിൽക്കുന്നത്. എന്താ ലാസ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വാലിബനാണുള്ളത്. അത് ആലോചിച്ച് 115 സിനിമാസിൽ വെറും 20-28 സിനിമാസ് മാത്രം റെക്കഗ്നീഷൻ കിട്ടി. അതിൽ വെറും 10 സിനിമ മാത്രം ബോക്സ് ഓഫീസിൽ കയറിയിട്ടുള്ളത്. ഇതാണ് ഈ പറഞ്ഞ 2024 ഫസ്റ്റ് ഹാഫിൽ സിനിമ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് സംഭവിച്ചത്. ഇപ്പം എന്നോട് ഒരു മൂവി റിവ്യൂറിൻ്റെ രീതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും 2024 ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, അങ്ങനെ ഞാൻ പറയാം. ഇറ്റ്സ് ഓക്കെ, അത്ര ഞാൻ പറയാൻ പറ്റും. അതായത് ഗംഭീര പടങ്ങൾ റിലീസ് ചെയ്ത വർഷമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അറിയില്ല എന്താ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ഏതൊക്കെ റെക്കഗ്നൈസ്ഡ് ആവും ഇല്ല എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അതായത് നമ്മുടെ മലയാള സിനിമയിൽ
ഇത് വെറും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ് ഇൻഡസ്ട്രി. അതിൻ്റെ ഒരു കണക്കെടുപ്പാണ് ഞാൻ തന്നത്. ഈ പറഞ്ഞ മോളിവുഡിൽ നടന്ന 115 സിനിമാസ്, അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പറയാം. തമിഴ്, കന്നഡ, തെലുങ്ക്, പിന്നെ ബോളിവുഡ്, ഇവിടെയൊക്കെ എത്ര പടങ്ങൾ റിലീസ് വന്നിട്ടുണ്ട്. അതിൽ എത്ര റെക്കഗ്നൈസ്ഡ് ആയിട്ട് നമ്മൾ മലയാളീസ് ഇരുന്ന് കാണുന്നത് നമുക്കറിയാം. ആർക്കും പറയാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ എന്താ പറയുക ഇന്ത്യൻ സിനിമാസ്. നമ്മൾ പറഞ്ഞില്ലേ സിനിമ ഫീൽഡിൽ കയറാൻ ഭയങ്കര പണിയാണെന്ന്. അല്ല, നമുക്ക് സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല പ്രൊഡ്യൂസേഴ്സിനും കിട്ടും, നമ്മൾ എന്താ പറയുക സിനിമ എടുക്കാനും പറ്റും. പക്ഷേ അത് വിജയിപ്പിക്കലാണ് ഇവിടുത്തെ ടാസ്ക്. അതാണ് ഏറ്റവും വലിയ ടാസ്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 115 സിനിമാസിൽ എന്താ പറയുക ഈ പറഞ്ഞ 10 പടം ബോക്സ് ഓഫീസിൽ കയറി പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തു. അതിൽ ബാക്കി കുറച്ച് പടങ്ങൾ അത്യാവശ്യം ലാഭം ഉണ്ടാക്കി കൊടുത്തു. പൊട്ടിയ പടങ്ങൾ എത്രയാണെന്നറിയാം? എത്ര ഫ്ലോപ്പ് ഉണ്ട്. ആ പ്രൊഡ്യൂസർ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അതാ പറഞ്ഞത്, കാര്യമായിട്ട് പ്രൊമോഷൻസോ കാര്യമായിട്ടുള്ള എന്താ പറയുക ഈ പറഞ്ഞ മീഡിയ കവറേജ് ഒന്നും കിട്ടാതെയാണ് ഈ പറഞ്ഞ സിനിമാസൊക്കെ പൊട്ടിപ്പോയത്. ചില മേക്കിങ്ങിനും ഇഷ്യൂസ് ഒന്നും വന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ റിവ്യൂവേഴ്സ്, ഇപ്പം യൂട്യൂബിൽ റിവ്യൂ ഇടുന്ന ആൾക്കാർ ഈ 115 സിനിമാസിനും റിവ്യൂ ഇടുന്ന ആൾക്കാരല്ല. അവരാകെ കൂടി എന്താ പറയുക ഞാൻ പറഞ്ഞ റെക്കഗ്നൈസ്ഡ് ആയ പടങ്ങൾക്ക് മാത്രം റിവ്യൂ ചെയ്ത ആൾക്കാർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോട് എതിർപ്പുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടി പറയാണ്, മറക്കരുത്. ഓക്കെ, ദിസ് ഇസ് മീ വണ്ടർ വാസു സൈനിങ് ഔട്ട്.